ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ് കേട്ടോ ഇന്ന്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. എനിക്കും അറിയാൻ അറിയില്ല എന്തിനാണ് സന്തോഷം. നമ്മൾ പുതിയൊരു സംരംഭം തുടങ്ങി. അപ്പം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനാഗുറേഷൻ വഴിയെ നടക്കും അല്ലേ? അതെ, ഇന്ന് ഞങ്ങളുടെ ഓഫീസിൻ്റെ ഇനാഗുറേഷനാണ്. ലൈംലൈറ്റ് പിക്ചേഴ്സ് എന്ന പേരിൽ ഞങ്ങൾക്കൊരു വെഡ്ഡിംഗ് കമ്പനി ഉണ്ട്. അത് ഞങ്ങൾ അറിയാവുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയാവുന്ന വിശ്വസിക്കുന്നു. എന്നാൽ ഇപ്പോൾ വെഡ്ഡിംഗ് കമ്പനിയോടൊപ്പം തന്നെ ഞങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗും പ്ലസ് ഞങ്ങളുടെ എഡിറ്റിങ്ങും കൂടി നടത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഓഫീസ് ഞങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. വളരെ അടുത്ത സുഹൃത്തുക്കൾ മാത്രം പങ്കെടുത്ത ഒരു ഇനാഗുറേഷൻ ആയിരുന്നു കേട്ടോ ഇത്. رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وبارك على رسولك سيدنا اوصانا ربنا تقبل منا انك انت السميع. അങ്ങനെ ഉദ്ഘാടനം ഗംഭീരം വെച്ച് കഴിഞ്ഞു. സന്തോഷം. ഉസ്താദുമാർ വന്ന് എന്തൊക്കെ ഓതിയില്ലേ? എന്താ ഓതിയെ? ദുആ ചെയ്തു. അങ്ങനെ ഇനാഗുറേഷൻ വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നു കേട്ടോ. തൊട്ടടുത്തുള്ള പള്ളിയിലെ ഉസ്താദുമാർ വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. പിന്നെ നമ്മളുടെ ഈ സ്റ്റാർട്ടപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ എത്രത്തോളം മനുഷ്യരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. പലരും അവരുടെ ബിസിനസ്സുകൾ റൺ ചെയ്യുന്നത് പോലും ഈ സോഷ്യൽ മീഡിയയിൽ കൂടെയാണ്. അപ്പോൾ അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പേജസിന് അതിനനുസരിച്ചുള്ള ഗൈഡൻസ് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളുടെ അക്കൗണ്ട് ഹാക്കായി പോകാനും അതുപോലെ ബ്ലോക്കായി പോകാനും ഒക്കെയുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വരികയാണെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ അതിനുള്ള സൊല്യൂഷൻ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾ ഈ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ലക്ഷ്യം. അങ്ങനെ അടിപൊളിയായിട്ട് ഇനാഗുറേഷനൊക്കെ കഴിഞ്ഞു. ഇനാഗുറേഷൻ വന്നവർക്കും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഇന്ന് ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു മാസത്തില് 2 പേരെങ്കിലും എന്നെ വിളിക്കും. അതായത് ഒരു പ്രശ്നത്തിന്റെ ഒരു സൊല്യൂഷന് വേണ്ടിയിട്ട്. ആ പ്രശ്നം എന്താ വെച്ചാല് ഒരു തവണ എൻ്റെ ഫേസ്ബുക്ക് ഹാക്കായി പോയിരുന്നു. അന്ന് അതെല്ലാവരോടും ഞാൻ അവതരിപ്പിച്ചു. എനിക്ക് തിരിച്ചു കിട്ടിയ വിഷയമൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചു. അപ്പൊ ആരുടെങ്കിലും എവിടെങ്കിലും ഒരു പേജ് ഹാക്കായി പോയി എന്തെങ്കിലും സെറ്റിങ്സിൽ പ്രശ്നം വന്നാൽ എന്നെ വിളിക്കും. സത്യത്തിൽ അതിനുള്ള സൊല്യൂഷൻ എൻ്റെ അടുത്തില്ല. എനിക്കത് റെഡിയാക്കി തന്ന ആള് ഇദ്ദേഹമാണ്. അപ്പൊ ഇദ്ദേഹത്തിനെ കണക്ട് ചെയ്ത് കൊടുക്കാറാണ് സ്വാഭാവികമായിട്ടും ചെയ്യാറുള്ളത്. ഇപ്പോൾ ഇദ്ദേഹം ഇന്നൊരു പുതിയൊരു ചുവടുവെപ്പ് നടത്തിയിട്ടുണ്ട്. കോഴിക്കോട് ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ ഒരു ഓഫീസ് ഇനാഗ്രേഷൻ ചെയ്തിട്ടുണ്ട്. ഇത് ചെറിയ സംഭവമല്ല, വലിയ സംഭവമാണ്. ആർക്ക് എല്ലാവർക്കും ചിലപ്പോൾ വലിയ സംഭവം ആവില്ല.
നിങ്ങളൊരു ബിസിനസ്സുകാരനാണോ, ഒരു യൂട്യൂബറാണോ, ഒരു സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു സംരംഭകനാവാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയ ഒരാളാണോ, നിങ്ങൾക്കൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ബിസിനസ്സിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ സോഷ്യൽ മീഡിയ അനിവാര്യമാണ്. അപ്പൊ കുറെ ആൾക്കാർ പറയും എനിക്ക് ക്യാമറയുടെ മുന്നിൽ നിൽക്കാൻ വെക്കൂല, വീഡിയോ എടുക്കാൻ അറിയില്ല, ക്യാമറ ഇല്ല, ഇത് എഡിറ്റ് ചെയ്യാൻ അറിയില്ല, സംസാരിക്കാൻ അറിയില്ല. ഒന്നും വേണ്ട, ഇവിടെ ആളുണ്ട്. ഇദ്ദേഹത്തിന്റെ അടുത്ത് ഫുൾ ടീമുണ്ട്, ക്യാമറ ടീമുണ്ട് അല്ലെ, അവതാരകനുണ്ട്, നിങ്ങൾക്ക് കണ്ടന്റ് ഇല്ലെങ്കിൽ കണ്ടന്റ് ഉണ്ട്. ഇയാള് സംവിധായകനും കൂടിയാണ് അല്ലെ. അപ്പൊ സിനിമ ഉണ്ടാക്കിയൊക്കെ ശീലം ഉണ്ടായതുകൊണ്ട് ഇദ്ദേഹത്തിന് സ്റ്റോറിങ് ഒക്കെ ഉണ്ടാക്കി നിങ്ങളെ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യാൻ പിന്നെ അർഹതപ്പെട്ട അല്ലെങ്കിൽ പിന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളെ തന്നെയാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പേജിലുണ്ടാവും, കോൺടാക്ട് നമ്പറൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വന്നത് ചെറിയ ഇദ്ദേഹം നമ്മളൊരു പിന്നെ സഹോദര തുല്യമുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഇനാഗുറേഷനിൽ പങ്കെടുത്ത നമ്മുടെ നാട്ടുകാരനായ സന്തോഷേട്ടനും ആഷിഖും എല്ലാവരും ഉണ്ട്. അവിടെ കുറേ ടീമുണ്ട് കേട്ടോ, പുറത്തൊക്കെ ആൾക്കാരുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ വന്നപ്പോഴേ എൻ്റെ വകയിൽ ആശംസയോടൊപ്പം തന്നെ നമ്മളറിയാവുന്ന നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങൾ ഈ പേജൊക്കെ കയറിയിട്ട് ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന സംഭവമാണ് അല്ലേ. അപ്പൊ തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെയല്ലേ പറയാനുള്ളത്. അപ്പൊ എന്താ പറയല്ലേ നമ്മളെ പ്രേക്ഷകരോട്? എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം, തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങൾക്ക് എന്താ ആവശ്യം ഉണ്ടെങ്കിലും സോഷ്യൽ മീഡിയ സംഭവമായിട്ട് ഓൺലൈൻ പരമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നതോടൊപ്പം ഒരു സ്ഥാപനം ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ സഹോദരന് എല്ലാവിധ ആശംസകളും. അപ്പൊ താങ്ക് യു. ഇൻസ്റ്റാഗ്രാം ചെറിയൊരു പണി വന്നപ്പോൾ ഞാൻ നേരെ അൻഫലിക്കാനെ കോൺടാക്ട് ചെയ്തു. അൻഫലിക്കാൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അൻഫലിക്ക പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് ആൾ ഇങ്ങനെ ഒരു പരിപാടി കൂടെ ആളുടെ കയ്യിലുണ്ട്. അൻഫലിക്കാൻ്റെ ഫേസ്ബുക്ക് പോയിട്ട് ഒരുപാട് ആളുകൾ നോക്കിയിട്ടും തിരിച്ചു കിട്ടിയില്ല. അങ്ങനെ ആളാണ് അത് എടുത്തു കൊടുത്തത് എന്നൊക്കെ ഞാൻ പിന്നീടാണ് അറിയുന്നത്. അങ്ങനെയാണ് ആളെ കോൺടാക്ട് ചെയ്യുന്നത്. ഇപ്പോൾ യൂട്യൂബും ഫേസ്ബുക്ക് അങ്ങനെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ ആളുടെ അടുത്താണ് പോകല്. കാരണം നേരെ വിളിച്ചിട്ട് മിസ്കാ പിന്നെ ചെറിയൊരു പ്രശ്നമുണ്ട്, ഞാൻ കാര്യം പറയും. കാരണം എനിക്ക് ആ ഒരു സിറ്റുവേഷൻ തന്നെ എനിക്ക് അതിനുള്ള ഒരു സൊല്യൂഷൻ ആളെനിക്ക് കണ്ടെത്തി തരും. പിന്നെ എനിക്കതിൽ ഏറ്റവും മെയിനായിട്ട് ഇൻസ്റ്റഗ്രാം ഒന്ന് ലോക്കായി പോയി. ആ ഒരു സമയത്തൊന്നും എനിക്ക് ആ ഒരു സമയത്ത് തന്നെ എനിക്കത് ആള് സെറ്റാക്കി തന്നു. എനിക്ക് ഏത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും റീച്ച് ആവുന്നില്ല. ആ ഒരു സമയത്ത് ആളെ കോൺടാക്ട് ചെയ്തത് എന്താ കാരണം എന്നറിയില്ല. ആളെ കോൺടാക്ട് ചെയ്ത് ആളതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് അതിനുള്ള സൊല്യൂഷൻ കാര്യങ്ങളെല്ലാം കണ്ടെത്തി തന്ന് അതെല്ലാം സെറ്റാക്കി എടുത്ത്. താങ്ക് യു. അപ്പൊ അൻഫാൽ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുള്ള എല്ലാവർക്കും വളരെ അത്യാവശ്യവും വേണ്ടപ്പെട്ടതുമായിട്ടുള്ള ഒരു പദ്ധതിയുമായിട്ടാണ് നമ്മളെ റമീസ് ഭായ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മളെ അൻഫാലിന്റെയും ആഷിഖിന്റെയും പോലെ നമ്മളെ സംബന്ധിച്ച് പിന്നെ 7-8 ലക്ഷമൊക്കെ ഫോളോവേഴ്സ് ഉണ്ടായിട്ട് ഹാക്ക് ചെയ്യേണ്ട ബുദ്ധിമുട്ടൊന്നും ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ അഥവാ വരികയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഒരു ഓപ്ഷൻ കണ്ടെത്തണമല്ലോ. അപ്പോൾ നമ്മളെ അടുത്ത സുഹൃത്താണ് റമീസ് ഭായ്. വളരെ എന്താ പറയാ, നമ്മളെ നാടൻ പ്രയോഗത്തിൽ പറഞ്ഞ അരച്ച് കലക്കിയതാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ പുള്ളിന്റെ കയ്യിൽ അത്ര ഭദ്രാണ്. അപ്പൊ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇവരുമായിട്ട് ബന്ധപ്പെടാം. ഹലോ, ഹായ്. ആക്ച്വലി നമ്മുടെയൊക്കെ മെയിൻലി ഇന്ത്യ ഒക്കെ മെൻഡറാണ്. ആക്ച്വലി മെൻഡർ പ്ലസ് ഫ്രണ്ട് ആയിട്ടുള്ള റമീസ്ക്ക് ഒരു പുതിയ വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ദ ബെസ്റ്റ്. ഇത് ഈ ഒരു ടൈമിൽ, അതായത് സോഷ്യൽ മീഡിയ ഇത്രയും ഹൈപ്പിൽ നിൽക്കുന്ന ഈ ഒരു ടൈമിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വെഞ്ചറാണ് ആൾ സ്റ്റാർട്ട് ചെയ്തത്. അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇപ്പം ഒരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസിങ് ഒക്കെ ചെയ്യുന്ന എനിക്ക് അറിയാം ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എത്രയാണെന്നുള്ളത്. അപ്പം നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം സ്വന്തം വീട്ടിൽ ഒരാൾക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പം ഇനി പുറത്ത് പോകണ്ടല്ലോ. അതുപോലെ ആരൊക്കെ ഇപ്പം ഇൻഫ്ലുവൻസിങ് ചെയ്യുന്നവർ എങ്ങനെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ ചെയ്യണം, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ നമ്മളുടെ റീച്ചും കാര്യങ്ങളും കറക്റ്റ് ഷെഡ്യൂൾ ചെയ്തൊരു പ്ലാൻ ഇല്ലാണ്ട് പോയി കഴിഞ്ഞാൽ ഇനി മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പം അതിന് കറക്റ്റ് ഒരു പ്ലേസ് ആണ് റമീസ്ക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഓൾ ദി ബെസ്റ്റ്. ഞാൻ എന്താ പറയുക, മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഭയങ്കര വിശ്വസ് അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ചങ്കട നമസ്കാരം. നമ്മളെ റമീസ് നന്ദി നമ്മളെ ചങ്ക് ബ്രോ ആണ്. ലൈവ് ലൈറ്റ് വീഡിയോ ഒക്കെ എടുത്ത് സ്റ്റുഡിയോ നടത്തിയിരുന്ന ആളാണ്. ഇപ്പോഴും നടക്കുന്നില്ലേ? ഇപ്പോഴും ഉണ്ട്. അപ്പം എൻ്റെ ഒരു കട്ട ചങ്കാണ്. ഞങ്ങൾ ഒരുമിച്ച് സിനിമയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി പുള്ളി ഇവിടെ കോഴിക്കോട് പാലാഴി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ബന്ധപ്പെട്ട വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പുള്ളി ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി തുടങ്ങിയത്. സിനിമയായിട്ട് ബന്ധപ്പെട്ട വർക്കുകളും അതിൻ്റെ ഡിജിറ്റൽ കാര്യങ്ങളൊക്കെ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി ഇവിടെ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് തുടങ്ങുന്നതായിരിക്കും ചങ്കടെ. അപ്പോൾ എല്ലാവരും വരിക, രമീസ് ബ്രോനെ സപ്പോർട്ട് ചെയ്യുക. ഞാൻ പുള്ളിയുടെ കട്ട ചങ്കാരി കൂടെ തന്നെ ഉണ്ടായിരിക്കും. നമ്മൾ കോഴിക്കോടുകാരാണ്.
രണ്ടുപേരും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പം പൊളിക്കുക പൊളിച്ചെടുക്കുക. താങ്ക് യു.